ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കണ്ട മഴയാണിത്. രാവിലെ എണീറ്റ് ഞാൻ എങ്ങോട്ട് പോകുന്നതല്ലേ, ഇങ്ങോട്ടേക്കാണ് ഞാൻ വന്നത്. ഇന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പൊങ്കാലയായിരുന്നു. അവിടെ വന്നപ്പോൾ കണ്ടതോ അമ്മയും നാട്ടുകാരും ബന്ധുക്കളും ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും കൂടി ഇരുന്ന് കഞ്ഞിസദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ റെഡിയാക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പായി തൊഴുവാൻ പോവുകയാണ്. ഞങ്ങൾ അരിയാങ്ങ് നിന്നില്ല. ഇതാണ് അവിടെ കഞ്ഞിസദ്യ വയ്ക്കുന്നത്. കഞ്ഞിയും കറിയും ഞങ്ങൾക്ക് പൊങ്കാലയ്ക്ക് ശേഷം തരാനാണ്. അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ തൊഴുവാൻ കയറി പോയി നാഗരടുത്തും ദേവിയുടെ സങ്കടവും സന്തോഷങ്ങളെല്ലാം പറഞ്ഞിറങ്ങി മനസ്സിനെ ശാന്തമാക്കിയിട്ടാണ് ഞങ്ങൾ പൊങ്കാലയ്ക്ക് വന്നത്. പിന്നെ തൊഴുതിറങ്ങി ഞങ്ങൾക്കൊരു സെൽഫി മാൻഡേറ്ററി ആണല്ലോ. അങ്ങനെ അതും എടുത്തിട്ട് നിന്നപ്പോൾ ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്താൻ സമയമായി. അങ്ങനെ തീ കൊളുത്തി ഭണ്ഡാര അടുപ്പിൽ നിന്നുള്ള തീയാണ് ഞങ്ങൾ ഓരോരുത്തരും പൊങ്കാലയ്ക്ക് വേണ്ടി കത്തിക്കുന്നത്. അങ്ങനെ കിട്ടിയവർ കിട്ടാത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീ വാങ്ങി കിട്ടിയവരെ നിന്നൊക്കെ തീ വാങ്ങി നമ്മൾ അടുപ്പിൽ കത്തിക്കുവാണ്. ഇതിൻ്റെ എല്ലാ വീഡിയോ ക്യാപ്ചർ ചെയ്ത മിന്നുവാണ്. അന്നത്തെ ഫുൾ ടൈം വീഡിയോഗ്രാഫറായിരുന്നു മിന്നു. വീഡിയോഗ്രാഫറും ഫോട്ടോ എടുപ്പും എല്ലാം മിന്നുമായിരുന്നു. അതിന് ഓരോരുത്തരും വിളിക്കുമായിരുന്നു, മോളെ ഇത് വീഡിയോ എടുക്കുക അത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാ അടുപ്പിലും തീയായി, അവിടെയൊക്കെ നല്ല പുകയുമായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളമൊക്കെ തിളച്ച് നമ്മൾ അരി ഇട്ടു. അങ്ങനെ ഓരോരുത്തരുടെ വെള്ളം തിളച്ചതനുസരിച്ച് അരിയിടുവാണ്. പ്രാർത്ഥിച്ച് 3 വട്ടം കലത്തിന് ഒഴിഞ്ഞാണ് അരിയിടുന്നത്. പിന്നെ എല്ലാം കറക്റ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് പിന്നെ അവിടെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ശിവാനി, അന്നു, അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അരിയിട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ എല്ലായിടവും നല്ല പുകയായി. നമുക്ക് കണ്ണൊക്കെ നീറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈഡിലോട്ട് വലിയ പുക അടിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷയമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അരിയൊക്കെ തിളച്ചു, പൊങ്കാല തിളച്ചു. അപ്പോൾ പുറത്ത് പോയി. അപ്പോൾ പുറത്ത് വന്ന് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും എൻ്റെ പൊങ്കാല തിളച്ചു പോയി. അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിന്നുവിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോഗ്രാഫിയാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം, നടുവിലവീട് ശ്രീ നാഗരാജ ദേവീക്ഷേത്രം. അങ്ങനെ ഞങ്ങളുടെ പൊങ്കാലയൊക്കെ ഒരു ഏകദേശം റെഡിയായി. തേങ്ങ ഇടുന്നതോ നമ്മൾ ശർക്കര ഇടുന്നതോ ഒന്നും എടുത്തില്ല, വിട്ടുപോയി. അങ്ങനെ പൊങ്കാലയൊക്കെ ഏകദേശം റെഡിയായതിനു ശേഷം ഞങ്ങളുടെ പരിപാടി ഇതായിരുന്നു. ഞങ്ങളുടെ നിത്യേച്ചിയുടെ മോള് കാത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും വെച്ച് കുറച്ച് ട്രെൻഡിങ് റീൽസ് എടുക്കൊക്കെ ആയിരുന്നു. ലാസ്റ്റ് കുട്ടിക്ക് തല ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് നിർത്തിയത്. എന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കഞ്ഞിയൊക്കെ കുടിച്ച് കഞ്ഞിസദ്യയൊക്കെ വാങ്ങിയാണ് വീട്ടിലോട്ട്